ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ക്രിസ്മസ് ക്യാമ്പിന് തുടക്കമായി. ജനുവരി 2026 എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 3 ദിവസമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അവസരം തരും. നിങ്ങളാ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരവർ ഇത്തരം മനസ്സിൽ ആലോചിച്ചോ. ഏതൊരു കാര്യം പറയുമ്പോഴും മോനോട് ചോദിക്കുന്ന ചോദ്യമല്ല ബാക്കിയുള്ളവരോട് ചോദിക്കുക. അപ്പോൾ മോൻ പറയുന്നത് പോലെ നിങ്ങൾക്കൊരു ഉത്തരം കാണും. ഒരു പക്ഷേ ഇതിനേക്കാൾ മനോഹരമായിരിക്കും, സർഗാത്മകമായിരിക്കും, നല്ല ഭാഷാപ്രയോഗം ഉണ്ടാവും, കവിത ഉണ്ടാവും, അല്ലേ? നമ്മളിൽ നല്ല അഭിനയം ഉണ്ടാവും ചിലർ പറയുമ്പോൾ, അല്ലേ? ഇതെല്ലാം നമുക്ക് ചേർത്ത് വേണം പോകാൻ. അങ്ങനെയുള്ള ഒരു ക്യാമ്പാണിത്. ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് ജനനി 2026 എന്ന പേരിൽ ക്രിസ്മസ് ക്യാമ്പിന് തുടക്കമായത്. 3 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ക്യാമ്പ്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, നമ്മുടെ ഇതുപോലെ തുടങ്ങിയൊരു സംഘടനയാണ് സ്കൂൾ പോലീസ് കേഡറ്റ് SPC. അപ്പോൾ അത് ഇന്നിപ്പോൾ രാജ്യത്ത് തന്നെ മാറിയ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച ഒരു കുട്ടികളുടെ സേവനമായി മാറിയിരിക്കുകയാണ്. ആ SPCയെ കണ്ടുപഠിക്കുവാൻ വേണ്ടിയിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. പല സംസ്ഥാനങ്ങളും അത് കണ്ട് അവിടെയും അനുവർത്തിക്കാൻ 14 സംസ്ഥാനങ്ങളിലൂടെ തന്നെ SPC അനുവർത്തിക്കുന്നുമുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ നാട് മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായി ഹൈസ്കൂൾ തലത്തിൽ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം ആരംഭിച്ചിരിക്കുകയാണ്. PTA പ്രസിഡന്റ് അജന്ത അനൂപ് അധ്യക്ഷത വഹിച്ചു. ചവറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ TK അനിത മുഖ്യാതിഥിയായി. സ്കൂൾ പ്രഥമാധ്യാപിക എലിസബത്ത് ഉമ്മൻ സ്വാഗതം പറഞ്ഞു. കൺട്രോൾ റൂം SI അസീം വിശിഷ്ടാതിഥിയായി. എന്നെ ഇവിടെ ഈ പ്രസംഗിക്കാനൊക്കെ പഠിപ്പിച്ചു തരുന്നത് രാജേന്ദ്ര സാറാണ്. എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ വന്നിന്ന് വിറയ്ക്കുമായിരുന്നു. ഇപ്പോഴും വിറയ്ക്കുന്നുണ്ട്, അത്രക്ക് മാറിയിട്ടില്ല. ഇപ്പോഴും പഠിച്ചു വരുന്നതേ ഉള്ളു. എങ്കിലും ഇത്രയൊക്കെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. അതായത് SPCയിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇതിന്റെ ഉദ്ദേശവും ലക്ഷ്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം ഇത് 2022-23 കാലഘട്ടത്തിലാണ് തുടങ്ങിയത്. അതുപോലെ തന്നെ മറ്റൊരു സംഘടനയുണ്ട്, 1969 തുടങ്ങി NSS. ഞാൻ NSSൽ ഭാഗമായിരുന്നു. ഞാൻ ചവറ ഗവൺമെന്റ് കോളേജ് പഠിപ്പിക്കുന്ന സമയത്ത് തൊട്ടടുത്ത കോളേജായിരുന്നു ചവറ ഗവൺമെന്റ് കോളേജിൽ. ഞാൻ NSSന്റെ ക്യാമ്പിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇതിന്റെ ആപ്തവാക്യം എന്ന് പറഞ്ഞാൽ സഹനം, സഹജീവനം, സന്നദ്ധത. അതായത് മറ്റുള്ളവരോട് സോഷ്യൽ കമ്മിറ്റ്മെന്റ്, മറ്റുള്ള കുട്ടികളോടും സമൂഹത്തോട്, രാജ്യത്തോട്, സഹജീവികളോട് കരുണയും കരുതലും ഉണ്ടാകണം. ഇതാണ് ഇതിന്റെ ഉദ്ദേശവും ലക്ഷ്യവും. എപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയായിരിക്കണം. PTA വൈസ് പ്രസിഡന്റ് KE ബൈജു, കവി വിജയൻ ചിറ്റയും, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ തൊടിയൂർ രാധാകൃഷ്ണൻ, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ H ഷിഹാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ക്ലാസും നടന്നു. കേട്ടോ, നമ്മൾ ഫ്രീ ആയിട്ടല്ല, നമ്മൾ എപ്പോഴും ഒരു ക്യാമ്പിന് വരിക എന്ന് പറഞ്ഞാൽ ആ ക്യാമ്പിന് ചില പ്രത്യേകതകളുണ്ട്. ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ക്യാമ്പായിരിക്കണം. നമുക്ക് ചില അടുക്കും ചിട്ടയും വേണം. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമുക്കറിയണം. 2 പെൺകുട്ടികളുമുണ്ട് ഉൾപ്പെടെ 6-7 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ചിത്രത്തിൽ കണ്ടത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡോക്ടർമാർ ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ ഈ വസ്തുക്കൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചും മാനസികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും വളരെ നന്നായി അറിയാവുന്ന നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ പോലും ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് നമ്മുടെ സമൂഹത്തിലുള്ള. സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ സജിത S രാജേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ.